ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് മാത്രമല്ല അങ്ങനെ കിട്ടലുള്ളൂ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇനി എന്തെല്ലാം വേണ്ടത് വെച്ചാൽ ഒരു സവാള, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി, പനീർ, കാഷ്യൂസ്, കുറച്ച് മല്ലിയില, ഒരു ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തത്, ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതിനാദ്യം പനീർ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്, കറിയിലേക്ക് ഇടുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് എല്ലാം ഉണ്ടാക്കുന്നത് പനീർ ഫ്രൈ ചെയ്യുന്നതായാലും ഉള്ളിയെല്ലാം വഴറ്റുന്നതെല്ലാം ബട്ടറിൻ്റെ അകത്തേക്കാണ്. അപ്പോൾ ഒരു ചെറിയ ക്യൂബ് ബട്ടർ അതിനകത്ത് ഇട്ടിട്ട് അതിനകത്തേക്ക് പനീർ മിക്സ് ചെയ്ത് വെച്ചാൽ പനീർ ഇടുക. പനീർ നല്ലോണം ഫ്രൈ ആയിട്ട് നല്ല എല്ലാ സൈഡിലും നല്ലൊരു ബ്രൗൺ കളറായി വരും. ആ സമയത്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇത് മാറ്റിയിട്ടാകുമ്പോൾ ആ ബട്ടറിൻ്റെ അകത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ച ആ വലിയ സവാളയിൽ ആ സവാള വലുതായിട്ട് അരിഞ്ഞ സവാള അത് ഇടുക. അതിട്ടിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റുക. അപ്പോൾ വഴറ്റാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് വേണ്ടുന്ന കുറച്ച് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ച ആ തക്കാളി, ഇതെല്ലാം വലിയ കഷ്ണാക്കിയിട്ട് അരിഞ്ഞാലും എങ്ങനെയായാലും കുഴപ്പമില്ല. കാരണം ഇതെല്ലാം കൂടെ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ടാണ് ഈ കറിയായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിപ്പിക്കുക, തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ. പിന്നെ ഇതിനകത്തേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഇതാകുന്ന സമയത്ത് തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് കാഷ്യൂസ്, ഒരു 10-15 കാഷ്യൂസ് എടുത്തിട്ടുണ്ട് ഞാനിടുക. അതൊന്ന് അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം വേവിപ്പിക്കണം. ആ വേവിപ്പിച്ചത് തണിയാൻ വെച്ചിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം നമുക്കത് മിക്സിയിലിട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം. നല്ലോണം പേസ്റ്റ് രൂപത്തിൽ തന്നെ അരക്കണം. ഒരു തുള്ളി വെള്ളം കൂടി, ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചാലാണ് അത് നല്ലോണം അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ആ പേസ്റ്റ് നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടാകുന്ന സമയത്ത് നേരത്തെ എടുത്ത് അതേപോലെ തന്നെ ഒരു ചെറിയ ക്യൂബ് ബട്ടർ എടുക്കുക. ബട്ടർ മെൽട്ടായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയില്ലേ അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റണം. ഒരു ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയിട്ടാകുമ്പോൾ അതിനുശേഷം അതിലെടുത്ത് വെച്ച പേസ്റ്റ്, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കുക. അതിനുശേഷം അതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഇത് കുറച്ച് ഗ്രേവി കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ലൂസ് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം എടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലിപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അതിനകത്ത് പനീർ ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് കസൂരി മേത്തി എടുത്തിട്ട് കൈയിനെ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതും ഒന്ന് മിക്സ് ആക്കിയിട്ടാകുമ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അതിനെ ചൂടാക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിയില ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും.